പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നടത്തുന്ന മലയോര സംരക്ഷണ യാത്ര തട്ടിപ്പാണെന്ന് ബി.ജെ.പി. ഇടുക്കി ജില്ലാ സൗത്ത് പ്രസിഡന്റ് വി.സി. വർഗീസ്. വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള യാത്രയാണിത്. ഇടുക്കിയെ വനമാക്കി മാറ്റാൻ ഹരിത എം.എൽ.എമാർക്ക് നേതൃത്വം വഹിച്ചത് വി.ഡി. സതീശനാണ്. ജനങ്ങൾ ഇപ്പോൾ വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടുന്നു. കേന്ദ്ര സർക്കാരിന്റെ 1980-ലെ വനസംരക്ഷണ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കണം. ഇടത് വലത് മുന്നണികൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നാടകം കളിക്കുകയാണെന്നും വി.സി. വർഗീസ് ഇടുക്കി വിഷ്ണുവോട് പറഞ്ഞു. ഇടുക്കിയിൽ കേരളത്തിൻ്റെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഒരു യാത്രയുമായി ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിലെ ആൾക്കാരെ സംരക്ഷിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയുമായി കടന്നു വന്നിരിക്കുകയാണ്. ഇടുക്കിയിലെ ജനങ്ങളെ സംരക്ഷിക്കാനാണോ അത് അവരെ കബളിപ്പിച്ച് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു തന്ത്രമാണോ എന്നുള്ളത് ഇന്ന് നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയണം. കാരണം ഹരിത എം.എൽ.എമാരുടെ കൂടെ ഈ മലയോര മേഖലയെ വനമാക്കി മാറ്റാനുള്ള പരിപാടികൾക്ക് ആദ്യകാലങ്ങളിൽ നേതൃത്വം കൊടുത്ത വനവുമായി ചേർന്നുകൊണ്ടുള്ള പ്രദേശങ്ങളെ 1 കിലോമീറ്റർ ഏരിയ ബഫർ സോൺ ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ വാചാലമായി സംസാരിച്ചുകൊണ്ടിരുന്ന ഹരിത എം.എൽ.എമാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ശ്രീമാൻ വി.ഡി. സതീശൻ എന്നുള്ള കാര്യം ഇടുക്കിയിലെ ജനങ്ങൾ തിരിച്ചറിയണമെന്നാണ് ഈ അവസരത്തിലേക്ക് പറയാനുള്ളത്. കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള 1980-ലെ വനസംരക്ഷണ നിയമ ഭേദഗതി, ആ വനസംരക്ഷണ നിയമ ഭേദഗതി എന്തുകൊണ്ടാണ് കേരളത്തിൽ നടപ്പിലാക്കാത്തത്, ഇടുക്കിയിൽ നടപ്പിലാക്കാത്തത്? ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ആ 1980-ലെ വനസംരക്ഷണ നിയമ ഭേദഗതി ഇടുക്കിയിൽ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം. കേരളത്തിൽ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം. യാത്രകൾ നടത്തിയിട്ട് കാര്യമില്ല. ഒരു സൈഡിൽ ഫോറസ്റ്റിന് അമിത അധികാരങ്ങൾ കൊടുത്തുകൊണ്ട് കൂടുതൽ സ്ഥലങ്ങളെ വനമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നാടകങ്ങൾ നടക്കുന്നു. വേറൊരു സൈഡില് ജനങ്ങളെ സംരക്ഷിക്കാനെന്ന് പറഞ്ഞുകൊണ്ടുള്ള യാത്രകളും നാടകങ്ങളും നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇനിയെങ്കിലും ജനങ്ങൾ തിരിച്ചറിയണം. ഇടുക്കിയിലെ ജനങ്ങളോടൊപ്പം ഇവിടെ ഭരിച്ച കഴിഞ്ഞ 53 വർഷക്കാലം ഇടുക്കിയില്ല കേരളം ഭരിച്ച ആൾക്കാര് ഇടുക്കിയിലെ പ്രശ്നങ്ങൾക്ക്, പട്ടയ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നേരിടുന്ന നിരവധിയായിട്ടുള്ള വിഷയങ്ങളിൽ കാതലായിട്ടുള്ള എന്ത് സമീപനമാണ് എടുത്തിട്ടുള്ളത്, എന്ത് നിലപാടുകളാണ് എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം ഒന്ന് തുറന്നു പറയണം. ജനങ്ങൾ വിഡ്ഢികളല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ നന്ന്.